എന്നിട്ടെന്തായി? ഇന്ന് നമുക്ക് വയനാടിനെ അല്ലാണ്ട് മറ്റൊന്നും ഓർക്കാൻ കഴിയില്ല. 2024 ജൂലൈ 30 എന്ന ദിവസം, ജൂലൈ 29 രാത്രി അവസാനിക്കുന്നതും 30 പുലരുന്നതും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്ത വാർത്തയോടുകൂടിയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതിന്റെ ദുഃഖവാർത്തകളുമായാണ് അന്ന് കേരളം ഞെട്ടി ഉണർന്നത്. 298 ജീവനുകളാണ് ആ ദുരന്തത്തിൽ നഷ്ടമായത്. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകൾ ഒലിച്ചുപോയി. അവിടെ ഒരു വർഷത്തിനിപ്പുറം ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ്, അന്ന് ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന CV അനുമോദ് വീണ്ടും എത്തുകയാണ് ആ ദുരന്ത ഭൂമിയിൽ. എന്താണ് ഒരു വർഷത്തിനിപ്പുറം അവിടുത്തെ കാഴ്ചകളെന്ന് കാണാം. പേരുടെ ജീവനെടുത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 1 വയസ്സ് പിന്നിടുന്നു. ഒരാണ്ടിനിപ്പുറം ദുരന്തഭൂമിയിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. വിജനമായ പ്രേതഭൂമിയായി ഇവിടം മാറിയിരിക്കുന്നു. പ്രളയം ഉരുൾപൊട്ടൽ കൊണ്ടുവന്നിട്ട വലിയ പാറക്കല്ലുകൾ എമ്പാടും കാണാം. ഇതൊന്നും മാറ്റാനും കഴിയുകയില്ല. അത് മാറ്റുക അത്ര എളുപ്പവുമല്ല. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലായിടത്തും എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന സ്ഥിതിയിൽ നിലനിൽക്കുന്നു. ഇതിന് മുകളിൽ പുഞ്ചിരിമട്ടത്തും സമാനമായ കാഴ്ചകളാണുള്ളത്. അവിടേക്കൊന്നും ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ, പ്രകൃതി ദുരന്തത്തിൽ തകർത്തെറിഞ്ഞ വീടുകൾക്ക് പുറമെ അവിടെ ഉണ്ടായിരുന്ന വീടുകളിൽ ഇപ്പോൾ ആർക്കും താമസിക്കാനുള്ള അനുവാദമില്ല. അവിടെയെല്ലാം തന്നെ നോ ഗോ സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. പുതുതായിട്ട് വരുന്ന ടൗൺഷിപ്പിൽ ഈ മേഖലയിലുള്ളവർക്ക് എല്ലാം താമസ സൗകര്യവും ഒരുങ്ങുന്നുണ്ട്. ഇവിടെ മുണ്ടക്കയിൽ ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ കാണാം, മുകളിൽ ഉരുൾ പൊട്ടിയിറങ്ങിയ വഴിയിലൂടെ ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ചു വരുന്നുണ്ട്. പാറക്കല്ലുകളൊക്കെ തന്നെ നീക്കാൻ കഴിയാതെ ഇപ്പോഴും ഈ വെള്ളം ഒഴുകിയ വഴിയിൽ കിടക്കുന്നത് കാണാം. അവിടെ വലിയ പാറക്കല്ലുകൾ നീക്കിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതും കാണാൻ കഴിയും. ഇവിടേക്ക് ഈ നാട്ടുകാർക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനമുള്ളത്. അതും ഇവിടുത്തുകാരാണെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇവിടേക്ക് ആളുകളെ കയറ്റിവിടുകയുമുള്ളൂ. അവരിൽ പലരും ഇവിടെ എത്തും. അവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ, അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുള്ള ഇടങ്ങളിൽ അല്പസമയം വന്ന് തിരിച്ചു പോകും. അതും നിശ്ചിത സമയപരിധി മാത്രമേ ഇവിടെ അനുവദിക്കുകയുമുള്ളൂ. അപ്രകാരം 1 വർഷത്തിനിപ്പുറം മുണ്ടക്കൈ ഒരു പ്രേതഭൂമിയായി, ഒരു വിജന ഇടമായി മാറിയിരിക്കുകയാണ്. മുണ്ടക്കയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ റോഡിന്റെ 2 വശത്തും ഉപേക്ഷിക്കപ്പെട്ട ലയങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഉണ്ടായിരുന്ന തേയില ഫാക്ടറിയിലെ ആളുകളൊക്കെ താമസിച്ചിരുന്ന ഇടങ്ങളാണ് ഇത്. ഇവിടെ നമുക്ക് കാണാം, എല്ലാം തന്നെ ഇന്നിപ്പോൾ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ നമുക്കൊരു ബസ് സ്റ്റോപ്പ് കാണാം. മുണ്ടക്കയിലേക്കുള്ള ബസ് സർവീസ് ഉണ്ടായിരുന്നു. ആ ബസ് സർവീസിന് ആളുകളൊക്കെ ബസ് കാത്തു നിന്നിരുന്ന ഇടമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനപ്പുറത്തേക്ക് താഴേക്ക് പോകുമ്പോൾ തേയില ഫാക്ടറി, സെന്റിനെന്റൽ ടീ എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി ഉണ്ട്. അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ സമയപരിധി വെച്ച് ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ആളുകൾക്ക് താമസിക്കാനുള്ള അനുവാദമില്ല. ഇതൊരു ദുരന്ത ഭൂമി ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായേക്കാമെന്ന ഭീഷണി ഉള്ളതുകൊണ്ട് ആരെയും ഇവിടെ താമസിപ്പിക്കുന്നില്ല. നമുക്ക് ഇവിടെ മറ്റൊരു സ്കൂൾ കൂടി കാണാം. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൻ്റെ ഒരു ഭാഗം ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായി പോയതാണ്. LP സ്കൂളായിരുന്നു. ഗവൺമെൻറ് LP സ്കൂൾ, മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂൾ. അതാണ് ഇവിടെ കാണുന്നത്. ആ സ്കൂളിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഉരുൾപൊട്ടലിൽ തകർന്നുപോയി. ആ സ്കൂളും ഇപ്പോൾ ദുരന്തത്തിൻ്റെ ഒരു ശേഷിപ്പായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. മുണ്ടക്കയിൽ നിന്നുള്ള റോഡ് ഇതങ്ങനെ ചൂരൽമലയിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാം പഴയ വെള്ളാർമല
സ്കൂളിൻ്റെ അവശിഷ്ടങ്ങൾ, ഗതിമാറി ഒഴുകിയ പുഴ, അതിൻ്റെ ഇരുവശങ്ങളിലും വലിയ പാറക്കെട്ടുകൾ കൂടിക്കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബെയിലി പാലം, അതോടൊപ്പം തന്നെ ഒഴുകിയില്ലാതായ അമ്പലത്തിൻ്റെ ഒരു ശേഷിപ്പും നമുക്കിവിടെ കാണാൻ കഴിയും. അമ്പലത്തിൻ്റെ തറയുണ്ട്, വിളക്ക് വയ്ക്കാനുള്ള ഒരു ഇടം മാത്രം മഴ നനയാതിരിക്കാനുള്ള ഒരു സംവിധാനം വെച്ച് മറച്ചിട്ടുണ്ട്. മറ്റെല്ലാം തന്നെ ഇന്ന് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന ഓർമ്മ മാത്രമായിട്ട് ശേഷിക്കുന്ന ഒരു കാഴ്ച. ഇതിനപ്പുറത്തേക്ക് നമുക്ക് കാഴ്ചകൾ കാണാം. ഇതാ ബെയിലി പാലം. കഴിഞ്ഞ ദുരന്ത സമയത്ത്, ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ സൈന്യം നിർമ്മിച്ച പാലമാണിത്. ഈ പാലം മാത്രമാണ് ഇവിടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നതായിട്ട് അവശേഷിക്കുന്നത്. പുതിയ പാലത്തിനുള്ള നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്, ആലോചനകളും നടക്കുന്നുണ്ട്. പക്ഷേ അത് സമയമെടുക്കുമെന്ന് ഉറപ്പാണ്. ഇവിടെ നമുക്ക് കാണാം ഈ പുഴ ഒഴുകിയ വഴികളൊക്കെ തന്നെ കല്ലുകളൊക്കെ വെച്ച് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു മണ്ണിടിച്ചിലോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാനാണ് അത്തരത്തിൽ ഈ ഒരു ഇരുകരകളിലും വലിയ കല്ലുകളും മണ്ണൊക്കെ നിരത്തിയിട്ട് കരകൾ ബലപ്പെടുത്തിയിട്ടുള്ള ഇരുവശങ്ങളും ബലപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ സ്കൂളിൻ്റെ ഇരുവശം, അതിനപ്പുറം ചൂരൽമല അങ്ങാടി, ചൂരൽമല ടൗൺ, അവിടെയൊക്കെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ഒരു നാട്, അല്ലെങ്കിൽ വിജനമാക്കപ്പെട്ട ഒരു നാടായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് വൈദ്യുതി രണ്ടാമത് കൊണ്ടുവന്നത് തന്നെ ഏറെ സമ്മർദ്ദങ്ങളുടെയും ഏറെ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ഇവിടേക്ക് ആദ്യം വൈദ്യുതി രണ്ടാമത് എത്തിക്കാനൊന്നും KSB തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും കോടികൾ വിലമതിക്കുന്ന ആ കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഉള്ള ആളുകൾക്ക്, ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥർക്കൊന്നും തന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരമോ ഇതിൻ്റെ ഈ ധനസഹായമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രശ്നം. അവരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കെട്ടിടങ്ങളുടെ മൂല്യം കണക്കാക്കിയുള്ള സഹായധനം നൽകുന്നത് വൈകരുത് എന്ന ഒരു ആവശ്യമാണ്. വീടുകളിൽ കിട്ടിയാൽ മാത്രം ഉപജീവന മാർഗ്ഗമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല. ചൂരൽമല ഒരു 54 ബിൽഡിങ്ങുകളുണ്ട്, 54 റൂമുകൾ സെപ്പറേറ്റ് ആണ്, ഓരോ കടൻ്റെ കണക്കാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഈ സമയം വരെ ഗവൺമെൻറ് ഒരു ആനുകൂല്യം കിട്ടില്ല. വ്യാപാരി വ്യവസായി പറഞ്ഞാൽ വ്യാപാരി സുഹൃത്തുക്കൾക്ക് ഒരു സംഭാവന ഫണ്ട് കൊടുത്തു തോന്നലുണ്ട്. വ്യാപാരികൾക്കും കിട്ടിയില്ല, ബിൽഡിംഗ് ഓണേഴ്സിനും കിട്ടിയില്ല, വാടകക്കാർക്കും കിട്ടില്ല. അതുപോലെ കൃഷിക്കാർക്ക് ഗവൺമെൻറ് ആദ്യം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റ് മുതൽ 10 ഏക്കറൊക്കെ നഷ്ടപ്പെട്ട ഭാഗങ്ങളുള്ളത്. 1 ഹെക്ടർ സ്ഥലത്തിന് ആകെ ഗവൺമെൻറ് കൊടുത്തത് വെറും 46 ഉറുപ്പ്യ. സത്യത്തിൽ പറയുകയാണെങ്കിൽ കുറേ സന്നദ്ധ സംഘടനകളുടെ സഹായം കൊണ്ടാണ് മറ്റുള്ള ആൾക്കാരൊക്കെ ജീവിച്ചു പോകണം. അങ്ങനത്തെ ഒരു പ്രയാസത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. കൃഷിഭൂമി കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരിക, അതിന് വേണ്ട നാശനഷ്ടങ്ങൾ വെച്ച് തരിക, കൃഷി ചെയ്യാനുള്ള ആനുകൂല്യം നമുക്ക് തരണം. ഇല്ല, ഒരു 37,000 ഉറുപ്പ്യ എന്താ കൃഷിഭവൻ തന്നിട്ടുണ്ട്. അതിനല്ല മേലോട്ട് ഒരു പൈസ എനിക്ക് തന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങുന്നുണ്ട്. ചൂരൽമല ടൗണിൽ 6 മുറി കടമുറി ഉണ്ടായി, അതിലും കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായി, അതും പോയി. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത ആളാണ്. ഇതിന്റെ ഒന്നും കണക്ക് സർക്കാരിന് കിട്ടിയിട്ടില്ല. ഇല്ല, ഒന്നും കിട്ടില്ല. ചൂരൽമല അങ്ങാടിയിലെ കാഴ്ചകളൊക്കെ തന്നെ ഇപ്രകാരമാണ്. ഇതൊക്കെ കഴിഞ്ഞ ജൂലൈ 30 തകർത്തെറിഞ്ഞ് പോയ പ്രളയത്തിൻ്റെ ഉരുളിൻ്റെ ബാക്കിയാണ്. ഇന്ന് ഈ ചൂരൽമല അങ്ങാടി എന്നുള്ളത് ഒരു വലിയ ദുരന്തത്തിൻ്റെ അവശേഷിപ്പാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഒരു അങ്ങാടി ഒരിക്കലും ഇനി പഴയ പോലെ ആകില്ല. ഈ ഒരു ചൂരൽമലയും പഴയ പോലെ ആകില്ല. ആ ചൂരൽമല കഴിഞ്ഞ വർഷം ജൂലൈ 30 ഉരുൾപൊട്ടിയിറങ്ങിയ പ്രകൃതി ദുരന്തത്തിനൊപ്പം മാഞ്ഞുപോയി, അല്ലെങ്കിൽ പ്രകൃതി അതിനെ മാച്ചു കളഞ്ഞു. പക്ഷേ പുനരുജ്ജീവനം, അതിജീവനമാണ് ഇവിടെ ഇനി വേണ്ടത്. ഈ നാട്ടുകാർക്ക്, ഈ ഇവിടുത്തുകാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ സഹായം വേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. 1 വർഷം എന്നത് വളരെ ചെറിയ ഒരു കാലയളവാണ്. പക്ഷേ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കിയാലേ ഈ കൃഷിഭൂമി ഏറ്റെടുക്കുന്നതും അതുപോലെ കൃഷി ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്നത്, അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ വില നൽകുന്നത്, അത്തരത്തിൽ ഇവിടുത്തുകാർക്ക് അതിജീവനത്തിന് വേണ്ടി നൽകേണ്ടതായിട്ടുള്ള ഒട്ടേറെ പിന്തുണ ആവശ്യമുണ്ട്. അതിനൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുനരധിവാസത്തിനപ്പുറം അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ നാട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
ഒരു വർഷത്തിനിപ്പുറമുള്ള ദുരന്തഭൂമിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കോടമഞ്ഞിൽ ഒരുങ്ങി നിൽക്കുന്ന വെള്ളാർമല സ്കൂളിനെ കുറിച്ച് കുട്ടികൾ എഴുതിയ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അവർ പാടിയ പാട്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ സുന്ദരമായിരുന്ന ഒരു നാടാണിപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രേതഭൂമിയായി മാറിയിരിക്കുന്നത്. ജനങ്ങൾ ഉൾപ്പെടെ അവരെ സർക്കാർ കരുതുമ്പോഴും ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോഴും അവരുടെ നഷ്ടങ്ങളായി തന്നെ തുടരുകയാണ്. അതിൽ ചില പോലായ്മകൾ ഉണ്ട് എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധികൃതർ അത് കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.